ആർഎസ്എസ് എന്നും സംഘമെന്നുമൊക്കെ കേട്ടാൽ കേരളത്തിലുള്ളവർക്കും ഭാരതത്തിലുള്ളവർക്കും ഹാലിളകും. എന്നാൽ ഒരു ആഫ്രിക്കൻ രാജ്യത്തിൽ ടാൻസാനിയയിൽ അങ്ങനെയല്ല. ആർഎസ്എസിനെയും ശാഖയും ശിബിരങ്ങളെയും ഹിന്ദുമതത്തിനെയും ഒക്കെ അവർ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. കുടുംബ മൂല്യങ്ങളെയും ധാർമ്മിക ജീവിതത്തിന്റെയും സന്ദേശം പകർന്ന് ടാൻസാനിയയിലെ ഹിന്ദു സ്വയം സേവക സംഘം പ്രവർത്തകർ ഹിന്ദു പരിവാർ ശിബിരം സംഘടിപ്പിച്ചു. മിക്കോച്ചേനിയിലെ ഹിന്ദു മണ്ഡൽ സ്കൂളിലാണ് ശിബിരം നടന്നത്. 90ഓളം പേർ പങ്കെടുത്തു. ധർമ്മേ സർവം പ്രതിഷ്ഠിതം എന്ന വിഷയം കേന്ദ്രീകരിച്ചായിരുന്നു പരിപാടികൾ. ദുർബല സമൂഹങ്ങളിലെ കുട്ടികളെ ചൂഷണത്തിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നതിൽ ശാഖകൾ എങ്ങനെ പ്രധാന പങ്ക് വഹിക്കുന്നു എന്നതിനെ കേന്ദ്രീകരിച്ച് ശാഖാ പരിവർത്തനത്തിനായുള്ള നിശബ്ദ മുന്നേറ്റം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടന്നു. വിവിധ ഹിന്ദു സംഘടനാ നേതാക്കളും മിക്കോച്ചേനിയിലെ പ്രമുഖരും ശിബിരം സന്ദർശിച്ചു. ടാൻസാനിയ എന്ന് പറയുന്ന രാജ്യം, അവിടെ ഹിന്ദു സമൂഹം പ്രധാനമായും ഇന്ത്യൻ വംശജരാണ്, പ്രത്യേകിച്ച് ഗുജറാത്തികൾ. ഇവർ രാജ്യത്തെ ന്യൂനപക്ഷ മതവിഭാഗമാണ്. ദാറെസലാം, സാൻസിബാർ, അരുഷ, മൂഷി തുടങ്ങിയ നഗരങ്ങളിൽ ഏകദേശം 30,000 മുതൽ 50,000-ലധികം ഹിന്ദുക്കൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ സ്വാമിനാരായണ ക്ഷേത്രങ്ങളുണ്ട്, സാംസ്കാരിക പരിപാടികളുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്തെ വ്യാപാരം, കൃഷി, റെയിൽവേ പോലുള്ള അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ ഏർപ്പെടുന്നതിനായി എത്തിയ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ പിൻഗാമികൾ പ്രധാനമായും ആചരിക്കുന്ന ഒരു ന്യൂനപക്ഷ വിശ്വാസമാണ് ടാൻസാനിയയിലെ ഹിന്ദുമതം. ഈ അനുയായികളുടെ എണ്ണം ഏകദേശം 50,000 ആണ് എന്നാണ് ഒരു കണക്കിൽ പറയുന്നത്. പ്രധാനമായും ഗുജറാത്തി വംശജരായ ഈ സമൂഹം ദാരസലാമിലെ BAPS സ്വാമിനാരായണ മന്ദിർ, സാൻസിബാറിലെ ശ്രീ ശിവശക്തി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലൂടെയാണ് അവരുടെ മതപരമായ ജീവിതം നിലനിർത്തുന്നത്. അഖണ്ഡജ്യോതി, ഗീതാവായന, ദണ്ഡ്യാറാസ, നൃത്തങ്ങളോടുകൂടിയ നവരാത്രി ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾ ഇവർ ഇവിടെ ആചരിക്കുന്നുണ്ട്. ടാൻസാനിയയിൽ ഹിന്ദുമതത്തിന്റെ ആദ്യകാല തെളിവുകൾ കിഴക്കൻ ആഫ്രിക്കയ്ക്കും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും ഇടയിൽ വ്യാപാരം നടന്നിരുന്ന AD 1-ാം സഹസ്രാബ്ദത്തിൽ നിന്നാണ്. ഈ വ്യാപാരികളിൽ ഭൂരിഭാഗവും ഗുജറാത്ത്, ഡെക്കാൻ, അതായത് ഇപ്പോൾ മഹാരാഷ്ട്ര, ചോള സാമ്രാജ്യം എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. സാൻസിബാറിലും സ്വാഹിലി തീരത്തിന്റെ ചില ഭാഗങ്ങളിലും സിംബാബ്വേയിലും മഡഗാസ്കറിലും ചെറിയ ഹിന്ദു വാസസ്ഥലങ്ങളുടെ പുരാവസ്തു തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്യൂ റിസർച്ച് സെന്റർ 2010-ൽ ടാൻസാനിയയിൽ ഏകദേശം 50,000 ഹിന്ദുക്കൾ ഉണ്ടായിരുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയിലും ആഫ്രിക്കയിലും ഹിന്ദുക്കൾ തമ്മിലുള്ള പുരാതന വ്യാപാരത്തെക്കുറിച്ചുള്ള പരാമർശം നബോണിഡസിന്റെ കാലം മുതലുള്ളതാണ്. അന്ന് ബാബിലോൺ ആഗോള വ്യാപാരത്തിന്റെ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. പുരാതന കാലത്ത് ഹിന്ദുക്കൾ ഇവിടെ വ്യാപാരം ചെയ്യുമായിരുന്നു. രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഒരിക്കലും ഇടപെടാതെ ഇന്ത്യയിലേക്ക് മടങ്ങുമായിരുന്നു. AD 1-ാം നൂറ്റാണ്ടിലെ ഹിന്ദുക്കളുടെ ചെറിയ അധിവാസ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. കൂടുതലും ആഫ്രിക്കയുടെ കിഴക്കൻ ദ്വീപുകളിലും അതിന്റെ തീരത്തും ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ഉൾനാടുകളിലുമായി അത് വ്യാപിച്ചു. എന്തായാലും മറ്റൊരു രാജ്യത്ത്, ആഫ്രിക്ക പോലുള്ള ഒരു രാജ്യത്ത് ഹിന്ദുമതത്തിന് ഇത്രയധികം ഒരു സ്വാധീനം ലഭിക്കുക എന്ന് പറയുന്നത് ഹിന്ദുമതം എത്രത്തോളം സനാതനമാണ്, സനാതന സംസ്കാരമാണ്, ആ സംസ്കാരത്തിന്റെ മഹത്വം എന്താണ് എന്നുള്ളത് വിദേശത്തുള്ളവർ പോലും മനസ്സിലാക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.